വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് യേശു ലാസറിനെ ഉയർപ്പിക്കുന്ന വചനഭാഗം നാം വായിക്കുന്നത്. ലാസറെ പുറത്തു വരിക എന്ന യേശുവിൻ്റെ സ്വരത്തിന് പ്രത്യുത്തരം എന്ന വണ്ണം ലാസർ കല്ലറയിൽ നിന്നും പുറത്തു വരുന്നതാണ് രംഗം. മനുഷ്യന്റെ ഉള്ളിൽ ജീവൻ നിക്ഷേപിച്ചവന്റെ വിളിക്ക് മുൻപിൽ ജീവൻ തന്നെ മറുപടി നൽകുന്ന അസുലഭ സമയം. ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം ഇവിടെ അവസാനിക്കുന്നില്ല. നാം 44-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകളഴിക്കുവിൻ, അവൻ പോകട്ടെ. ഇവിടെ ഒരുപക്ഷെ നാം ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും. ലാസറിനെ ഉയർപ്പിച്ച യേശു ക്രിസ്തു എന്തുകൊണ്ട് അവന്റെ ശരീരം ആവരണം ചെയ്ത നാടകൾ അഴിച്ചു മാറ്റുവാൻ മുന്നോട്ട് വന്നില്ല? ഇവിടെ നാടകൾ ഭയത്തിന്റെയും പഴയ ജീവിതത്തിന്റെയും കുറ്റബോധത്തിന്റെയും നിരാശയുടെയും പ്രതീകങ്ങളായി നാം കരുതാം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില നാടകൾ നമ്മെ ആവരണം ചെയ്യുന്നുണ്ട്. ദൈവം നമുക്ക് പുതിയ ജീവൻ നൽകുമ്പോഴും നാം വീണ്ടും എടുത്ത് അണിയുന്ന ഭയത്തിന്റെയും നിരാശയുടെയും നാടകൾ. നോമ്പുകാലം നമ്മെ ആവരണം ചെയ്തിരിക്കുന്ന തിന്മയുടെ ചില നാടകൾ അഴിച്ചു മാറ്റുവാനുള്ള കാലമാണ്. ക്രിസ്തുനാഥൻ ലാസറിന്റെ നാടകൾ അഴിച്ചു മാറ്റുവാൻ അവിടെ കൂടിയിരുന്ന ആളുകളെയാണ് നിയോഗിക്കുന്നത്. ലാസറിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ മറ്റുള്ളവരെ പങ്കാളികളാക്കുവാൻ യേശു അനുവദിക്കുന്നു. ക്രൈസ്തവ വിശ്വാസികൾ ഒരുമിച്ച് ഒരുമയോടെ പരസ്പരം സഹായിക്കേണ്ടതിന്റെ ആവശ്യകത നാം ഇവിടെ കാണുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 1-ാം വാക്യം: സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. ഇവിടെ സൗമ്യത എന്ന പദം നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ലാസറിന്റെ നാടകൾ അഴിച്ചു മാറ്റുവാൻ ക്ഷമയും പരസ്പര സ്നേഹവും ആവശ്യമാണ്. ഇവിടെ വിധി പ്രസ്താവിക്കുകയും കുറ്റപ്പെടുത്തുകയുമല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് സൗമ്യതയോടെ സ്നേഹത്തോടെ പ്രവർത്തിക്കണം. നാം മറ്റുള്ളവരെ അവരുടെ പാപത്തിൽ നിന്നും പാപവഴികളിൽ നിന്നും അഴിക്കുവാനായിട്ട് സഹായിക്കുന്നത് അവരെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ വിടുവാൻ വേണ്ടിയാണ്, അല്ലാതെ അവരുടെ ഭൂതകാലം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ല. നാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ സഹയാത്രികർ ആവേണ്ടവരാണ്. യേശു ജീവൻ നൽകുന്നു. സഹോദര സ്നേഹത്തിലൂടെ ഈ ജീവൻ പൂർണ്ണമായി ജീവിക്കുവാൻ നാം മറ്റുള്ളവരെ സഹായിക്കുന്നു.